Hello, hi everyone. Welcome back to our YouTube channel. Trivandrum to Mumbai Expedition Series Day 7 മാൽവാൻ ടു ചിപ്ലുൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാൽവാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തതിനു ശേഷം യാത്ര തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റോഡ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, നനഞ്ഞിട്ടുണ്ട്, മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. തലേദിവസം രാത്രിയും അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നേ ദിവസവും മഴ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ നനയാനായിട്ട് ഭയങ്കര പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ വെതർ എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ് കേട്ടോ. ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സൂപ്പറാണ്. ചൂടൊന്നും ഇല്ല, നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ സമയം കൊണ്ട് തന്നെ തിരക്കോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു പാലത്തിന്റെ മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നോക്കിയപ്പോഴത്തേനും കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആൾക്കാർ അവിടെ ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും നിർത്തിയില്ല. ഞങ്ങൾ നേരെ മുന്നിലോട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് ഫ്രണ്ടിലായിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ ഒരു ബസ് പോകുന്നത് കണ്ടത്. ആ ബസ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മഹാരാഷ്ട്രയുടെ ട്രാൻസ്പോർട്ട് ബസ്സാണ്. ഈ ബസ് കണ്ടപ്പോൾ ഞാനൊന്നും അറിയാതെ നമ്മുടെ KSRTC അങ്ങ് നമിച്ചു പോയി. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്ര പത്തറ്റിക് കണ്ടീഷനിലാണ് ഈ വണ്ടി ഇരിക്കുന്നത്. വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല. നേരിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയായിട്ട് അതിന്റെ ബോഡി ഫുള്ളും കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുക. അവർ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ ബസ്സിൻ്റെതാണ് അവർ അത്ര നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഇവിടുത്തെ എല്ലാ ബസ്സും ഇങ്ങനെ അല്ല കേട്ടോ. ചില ബസ്, ഇതിപ്പോ ഒരു റിമോട്ട് ഏരിയയാണ്, അത് കാരണം ഇവിടുത്തെ സർവീസിൽ ഓടുന്ന ബസ്സുകളൊക്കെ ഏകദേശം ഇങ്ങനത്തെ ഒരു പത്തറ്റിക് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ബസ്സുകളാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ച് വീണ്ടും കണ്ടായിരുന്നു, അതും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവാണ്. റോഡിലൊന്നും അധികം ഒരാളും ഇല്ല. മലയുടെ മുകളിൽ കൂടെയുള്ള യാത്രയാണ് കേട്ടോ കൂടുതലും വരുന്നത്. കുറെ ദൂരം വണ്ടി ഓടിച്ച് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു വണ്ടി ക്രോസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ പുറകിലോട്ട് വരുന്നതോ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഭൂരിഭാഗ സമയം ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും കേട്ടോ റോഡിൽ. അധികം ഒരു തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവിന്റെ തോട്ടമാണ് കേട്ടോ കൂടുതലും. ഇടയ്ക്കിടയ്ക്ക് വേറെ എന്തൊക്കെയോ മരങ്ങളുണ്ടെങ്കിലും കൂടുതലും ഉള്ളിലോട്ട് കയറുമ്പോൾ രണ്ട് സൈഡിലായിട്ട് മാവിന്റെ തോട്ടങ്ങളാണ് കേട്ടോ. പക്ഷെ പൂവ് കായുന്നില്ല. ഞങ്ങൾ ഒക്ടോബർ ടൈമിലാണ് ട്രാവൽ ചെയ്യുന്നത്. ആ സമയത്ത് അതൊന്നുമില്ല. പക്ഷെ എല്ലാം നന്നായിട്ട് തളിർത്ത് കിളിർത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേനും ഒരു ചെറിയ ഗാവ് പോലത്തെ ഒരു ഏരിയ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ രത്നഗിരിയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജൈതാപൂർ ബ്രിഡ്ജ്. ഇവിടെ നിന്ന് രത്നഗിരിയിലേക്ക് നമുക്കൊരു 60 കിലോമീറ്റർ മുന്നിലോട്ട് പോകണം. നമ്മളിപ്പോൾ മലയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും മുമ്പിൽ കാണുന്നത് കടലാണ്. എനിക്ക് ആദ്യം വിശ്വാസം തോന്നില്ല കേട്ടോ. മലയിൽ എവിടെയാ കടല് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ സംഭവം എനിക്ക് പിന്നെയാണ് കത്തിയത്. നമ്മൾ മല കയറി ഇറങ്ങി അങ്ങനെ രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ മല ഇറങ്ങി വന്നപ്പോ കടലിന്റെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇത് ദൂരെ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗി. അപ്പൊ ഞാൻ ഹരിയോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ കയറാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വഴി തപ്പി നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോ അകത്തോട്ട് പോവാനായിട്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങാൻ പാടുണ്ടോന്ന് കൂടി അറിയത്തില്ല കേട്ടോ. എന്നാലും ആരെങ്കിലും കുറച്ച് പേര് ഇറങ്ങി നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുന്നിലോട്ട് പോകുന്നത്. അപ്പൊ നോക്കിയപ്പോഴത്തേനും കുറച്ച് ആൾക്കാർ നിൽക്കുന്നത് കണ്ടായിരുന്നു. കാറൊക്കെ ഉള്ളിൽ പാർക്ക് ചെയ്തേക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ ഒരു മൺപാതയും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിൽ കൂടെ പോവാന്ന് വിചാരിച്ചു. ആൾക്കാർ നിൽക്കുന്ന ഏരിയയിൽ ഇറങ്ങുന്നതാണല്ലോ കുറച്ചുകൂടെ സേഫ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചത്.
ഇവിടെ വരുന്ന ആൾക്കാർ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് തറയൊക്കെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ചെറിയ ഫോറസ്റ്റിൽ കൂടെ നടന്ന് കടലിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന വ്യൂ നല്ലത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളൊരു ഉച്ച സമയം അടുപ്പിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നാലും ചൂടോ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഴയുടെ ഒരു അന്തരീക്ഷമാണ്, അത് കാരണം ചൂടൊന്നുമില്ല. ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി നിന്ന് കുറച്ചു നേരം നിൽക്കാനൊക്കെ പറ്റിയായിരുന്നു. അപ്പൊ അതിനൊക്കെ ശേഷം ഞങ്ങൾ പിന്നെയും മുന്നിലേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ പൂർണ്ണഗാഡ് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 31 കിലോമീറ്റർ ആണ് രത്നഗിരിയിലോട്ടുള്ളത്. നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും വെള്ളത്തിന്റെ നടുക്ക് ഒരു കുഞ്ഞ് അമ്പലം. ആ അമ്പലത്തിന്റെ പേരാണ് പീർ ബാബ ദർഗ. ഇവിടെ ഇതുപോലെ വെള്ളത്തിലിരിക്കുന്ന ഒരുപാട് അമ്പലം ഉണ്ട് കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തും ഇതുപോലെ ഒരു അമ്പലമുണ്ട്. താലാവ് പള്ളി എന്നാണ് അതിന്റെ പേര്. ഞങ്ങൾക്ക് ആ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ പൂജാരിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഈ അമ്പലത്തിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഒരു ബീച്ചിന്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ ബീച്ചിന്റെ പേരാണ് ബാത്തിയെ ബീച്ച്. അങ്ങനെ നമ്മളിപ്പോ രത്നഗിരിയിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗൺ ആണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. നമ്മളൊന്ന് വണ്ടി സൈഡാക്കിയിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് കയറാനായിട്ട് പോവാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബീച്ചിന്റെ പേരാണ് ആരെ വാരെ ബീച്ച്. ഈ ബീച്ച് ഫേമസ് ആയിരിക്കുന്നത് തന്നെ ഇതിന്റെ ക്ലിഫ് വ്യൂ ഉള്ള റോഡ് കാരണമാണ്. നമുക്ക് ഈ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേനും ഫുള്ളും ഈ ബീച്ചിന്റെ വ്യൂ ആണ് കിട്ടുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. കുറച്ച് മുന്നിലോട്ട് പോയപ്പോൾ തന്നെ നന്നായിട്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് മാത്രമേ മുന്നിലോട്ട് പോകാൻ പറ്റുള്ളൂ. അത്ര ബ്ലോക്ക് ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയയിൽ അറൌണ്ട് 45 മിനിറ്റ്സോളം നമ്മളിവിടെ സ്റ്റക്കായി കിടക്കേണ്ടി വന്നു. ഈ ഏരിയയിൽ ഇത്രയും തിരക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലായിട്ട് ഗണപതി പൂലെ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ആ അമ്പലത്തിൽ പോകാനായിട്ടുള്ള ആൾക്കാർ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ടും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള തിരക്കാണ് കേട്ടോ. ഇത് റോഡാണെങ്കിൽ ചെറുതാ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ വണ്ടി ക്യൂവിൽ നിൽക്കും. ഒന്ന് അമ്പലത്തിന്റെ അകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്യാനുള്ള ക്യൂ, ചില ആൾക്കാർ റോഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബ്ലോക്കാണിത്. പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇതിൽ പോവാനായിട്ട്. കുറെ ടൈം വേസ്റ്റ് ആയി. ഗണപതി പൂലെ ടെമ്പിൾ ക്രോസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഉദയാൻഷ് ബീച്ചിൽ കൂടെയാണ് കേട്ടോ. ഈ വരി നേരെ ചെന്നെത്തുന്നത് ജയ്ഗഡിലേക്കാണ്. ജയ്ഗഡ് എന്ന് പറയുന്ന ഈ സ്ഥലം ഒരു ഡെഡ് എൻഡ് ആണ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ഫെറി എടുത്താൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫെറിയിലോട്ട് പോവുകയാണിപ്പോ. അങ്ങനെ നമ്മളിപ്പോ ഫെറിയിൽ എത്തിയിരിക്കുകയാണ്. ഹരി ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. ആൾക്കൊന്നിന് 25 രൂപ വെച്ചിട്ടും ബൈക്കിന് 50 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് മൊത്തത്തില് 100 രൂപ ആയിട്ടുണ്ട്. ഈ സെറ്റിന്റെ കൂടെ പോകാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അതുകൊണ്ട് നെക്സ്റ്റ് സെറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് അവരകത്ത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കുറച്ചുകൂടെ ആൾക്കാർ കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇതേ സെറ്റിൽ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറാൻ പോവുകയാണ്.
ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ബൈക്കും വണ്ടികളും ഒക്കെ കയറ്റിയിട്ട് നിറച്ച ആൾക്കാരൊക്കെ ആയിട്ട് ആ ഫസ്റ്റ് ടൈമാണ് ഫെറിയിൽ യാത്ര ചെയ്യുന്നത്. അത് കാരണം തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഈ ഫെറിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ അപ്പം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും ഇത് തീരരുത്, കുറച്ച് കൂടുതൽ നേരം കിട്ടണം എന്നായിരുന്നു. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, നല്ല രസം ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരിടത്ത് നിൽക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ, പക്ഷെ തണുത്ത കാറ്റും ഇതിന്റെ മൂവ്മെന്റും ഒക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഹരിയോട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇനി ഇതുപോലെ ഫെറിയിൽ ട്രാവൽ ചെയ്യാൻ കേട്ടോ എന്ന്. കാരണം ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നേരം ബൈക്ക് ഓടിക്കണ്ട, നമുക്ക് നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ പോകുമ്പോൾ ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം. ഒരു റിലാക്സേഷനുമാണ്, നിൽക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ, ഇരിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല രസം. നമുക്ക് ക്ഷീണമൊന്നും തോന്നത്തില്ല, ഒരു വീർപ്പുമുട്ടലോ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും തോന്നത്തില്ല, നല്ല രസമായിട്ട് തന്നെ തോന്നുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കണ്ടിന്യൂസ് ട്രാവലും പിന്നെ ഫെറിയുടെ ടൈമിംഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ചെല്ലാനുള്ള ധൃതിയിലൊക്കെ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു ചായക്കട തപ്പി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു ഏരിയയിൽ വന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഇടയ്ക്ക് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ യാത്ര തുടരുകയാണ്. ഇനി മുമ്പോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് തികച്ചും ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും രണ്ട് വശത്തും കാടാണ്. അപൂർവമായിട്ട് ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ കണ്ടാൽ ആയി, അത്രയേ ഉള്ളൂ. വീടുകളാണെങ്കിലും ഒരു വീട് കഴിഞ്ഞ് 4-5 കിലോമീറ്റർ അപ്പുറത്ത് അടുത്തൊരു വീടുള്ളത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്ന് വണ്ടി ഒന്ന് ഓഫായി പോകുക, അല്ലെങ്കിൽ നമുക്കിനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് നിന്ന് പോയാൽ നമുക്ക് ഹെൽപ്പിന് വേണ്ടി ഇവിടെ വരാൻ ആരുമില്ല. കാടിൻ്റെ നടുക്കങ്ങ് പെട്ടുപോകുന്നൊരവസ്ഥയായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ രണ്ടുപേരും ധൈര്യം സംഭരിച്ച്, എനിക്ക് പേടിയുണ്ടായിരുന്നു, പിന്നെ ഹരി എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ഒന്നുമില്ല, നമ്മൾ സ്മൂത്തായിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മെയിൻ റോഡിൽ എത്തിയപ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് കാണാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ ഹരിയെ സമ്മതിച്ചില്ല. അങ്ങനെ നമ്മളിപ്പോൾ ചിപ്ലൂൺ എത്തിയിട്ടുണ്ട്. ഹൈവേയിൽ തന്നെയുള്ള അതിഥി ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈവേയിലായതുകൊണ്ട് തന്നെ ഈസി ആക്സസ് ആണ്. താഴെ ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല സർവീസ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.